ഫാമ സ്പിരിറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റ് ജോബാണ് നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ടും നോക്കേണ്ട ഒരു നോട്ടിഫിക്കേഷനാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 13 ഏപ്രിലിന് പുറപ്പെടുവിച്ച ഈ നോട്ടിഫിക്കേഷൻ 130 കൂടുതൽ ഫാർമസിസ്റ്റ് വേക്കൻസിയിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ 130 പേജോളം വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അത് ഞാൻ നോക്കി കട്ട് ഷോട്ട് ചെയ്ത് 20 പേജോളം ആക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സ്വന്തമായി അപ്ലൈ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നേരെ പോയി അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. ആപ്ലിക്കേഷൻ വിൻഡോ 13-ാം തീയതി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 4 എന്തുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് ആവാൻ കാത്തു നിൽക്കാതെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ സൈറ്റ് ഇഷ്യൂ എല്ലാം വരാൻ സാധ്യതയുണ്ട്. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഡേറ്റ് അവർ കൊടുത്തിരിക്കുന്നത് ജൂൺ 2026 ആണ്. ടെൻറ്റേറ്റീവ് ഡേറ്റിന് തന്നെ എക്സാം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങുക. അവർ പറയുന്നത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഷോൾ ബി പ്യുവർലി പ്രൊഫഷണൽ ആൻഡ് ദ കാൻഡിഡേറ്റ് സക്സസ്ഫുൾ ഇൻ CBE അപ്ലോഡ് ഡോക്യുമെൻറ്റ് ഫർദർ ആക്ഷൻ റിഗാർഡിങ്. അതായത് അവർ പറയുന്നത് കാൻഡിഡേറ്റ്സ് ഓഫ് ദ ആപ്ലിക്കൻ്റ് അത് പ്യുവർലി പ്രൊഫഷണലാണ്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അനുസരിച്ചാണ്. ഇതിൻ്റെ എല്ലാം സത്യസന്ധത നിങ്ങൾ പിന്നീട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കാണിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഫീ കൺസെഷൻ്റെ ഏജ് റിലാക്സേഷൻ്റെയും കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ 130ഓളം പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ പല പോസ്റ്റുകളും റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ചിലത് UR, OBC, SC ST അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ SC ST ആപ്ലിക്കൻസിന് അവർ ഒറിജിനൽ ഫീ കൺസെഷനും ഏജ് റിലാക്സേഷനും അവർക്ക് ആ റിസർവേഷൻ ബെനിഫിറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ SC ST സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. OBC ആപ്ലിക്കൻസ് ആണെങ്കിൽ അവർ പുതിയ OBC സർട്ടിഫിക്കറ്റ്, വെറും OBC സർട്ടിഫിക്കറ്റ് അല്ല, OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് അക്ഷയയിൽ പോയി ചെയ്യാവുന്നതേ ഉള്ളൂ. സ്വന്തമായി ചെയ്യാനും പറ്റുന്നതാണ്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേണം, പഴയത് അപ്ലോഡ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് റിസർവേഷൻ ബെനിഫിറ്റ് ഇത് കാരണം നഷ്ടമാവാൻ സാധ്യതയുണ്ട്. EWS കാൻഡിഡേറ്റ് അവർ കറണ്ട് വാലിഡ് ഫൈനാൻഷ്യൽ ഇയർ, അതായത് ഈ ഫൈനാൻഷ്യൽ ഇയറിലുള്ള 2025 to 26 വരുന്ന EWS സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇത് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 4/5/2026 ആണ്. ഇതാണ് ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ എപ്പോഴും ഒബ്റ്റെയിൻ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും. ഇനി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് എന്ന് വേണം ഹെഡിങ് വരാൻ. ഒരിക്കലും നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പർപ്പസിനുള്ളതല്ല, ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അതുകൊണ്ട് ഫോർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് എന്ന് വേണം ഹെഡിങ് വരാൻ. അതൊക്കെ ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് ഏജ് ലിമിറ്റാണ്. ഒരുപാട് നമ്മളിപ്പോൾ ഗവൺമെൻറ് ജോബിന് ട്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റായിട്ടാവും ട്രൈ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഇവിടെ ഏജ് ലിമിറ്റ് ഒരു ഫാക്ടറാണ്. ഇതിൽ പല പോസ്റ്റുകളും, അതായത് ഒരു ഫാർമസിസ്റ്റ് പോസ്റ്റ് അല്ല, പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പോസ്റ്റുകൾ ഒന്നിച്ച് പൂൾ ചെയ്തിട്ടാണ് 130 പോസ്റ്റോളം വന്നിരിക്കുന്നത്. സോ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായതുകൊണ്ട് പലതിൻ്റെ ഏജ് റിക്വയർമെൻറ്റ്സ് വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പലതിലും പല ഏജ് ആയിരിക്കും. ഇവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ക്ലിയർ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഏജ് ലിമിറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് SC ST കാൻഡിഡേറ്റ്സിന് 5 കൊല്ലം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 30 വയസ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളതെങ്കിൽ 35 വയസ്സുള്ള SC ST കാൻഡിഡേറ്റ്സിന് അത് അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റ്സിന് 3 കൊല്ലം, PWD കാൻഡിഡേറ്റ്സിന് 10 കൊല്ലം എന്നിങ്ങനെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഏജ് റിലാക്സേഷൻ, ഫീസ് കൺസെഷൻ എന്നിവ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അൺറിസർവ്ഡ് സീറ്റിലേക്കുള്ള ക്ലെയിമും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൂടി ശ്രദ്ധിക്കുക. അടുത്തത് ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ഡിറ്റർമിനിങ് ഏജ് ലിമിറ്റ് എന്നത് 1/1/2026, അതായത് January 1, 2026 ആണ് ഏജ് ലിമിറ്റ് കണക്കാക്കാനുള്ള ഡേറ്റ്. അതുപോലെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും കണക്കാക്കാനുള്ള ഡേറ്റ് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റാണ്. അതായത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ B.Pharma സ്റ്റുഡൻറ്റ്, D.Pharma സ്റ്റുഡൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ ഈ ആപ്ലിക്കേഷൻ വിൻഡോ, അതായത് മെയ് 4 ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നതിന് മുന്നേ അവരതിൻ്റെ ഇത് എടുത്തു വെച്ചിരിക്കണം. അവർക്കതിൻ്റെ നെസസറി ക്വാളിഫിക്കേഷൻസ് അവർക്ക് ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് എല്ലാം അവരുടെ കയ്യിലുണ്ടായിരിക്കണം.
ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീ, അതായത് പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വേക്കൻസീസാണ് പൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഈ 100 രൂപയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനാണ് ഈ 100 രൂപ. നിങ്ങളുടെ 5 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് 500 രൂപയാവും. മൊത്തം 10 പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. 10 പോസ്റ്റിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് 1000 രൂപയാവും. അപ്പോൾ അത് നോക്കി ചെയ്യുക. SC/ST, PWD, എക്സ് സർവീസ്മാൻ, വിമൻ കാൻഡിഡേറ്റ്സ് ഇവർക്കൊക്കെ ഫീസ് എക്സെപ്ഷൻ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അടുത്തത് ടെസ്റ്റ് സെൻറ്റേഴ്സാണ്. SSCയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ദൂരം ട്രെയിനിലോ ബസ്സിലോ സഞ്ചരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേറൊരു സ്റ്റേറ്റ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അവിടെ ഒന്നും പോയി എക്സാം എഴുതേണ്ട ആവശ്യമില്ല. എല്ലാ സെൻറ്റേഴ്സും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ കേരള കർണാടക റീജിയൻ ബാംഗ്ലൂരിൽ സെൻറ്ററുണ്ട്, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ, കവരത്തി, ആലപ്പുഴ, മലപ്പുറം, ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും ഉള്ള പോലെ സെൻറ്ററുണ്ട്. അതിൻ്റെ സെൻറ്റർ കോഡും കൂടിയാണ് അതിന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈമിൽ സെൻറ്റർ കോഡ് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇനി അടുത്ത് പിന്നെ അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ സ്കീം ഓഫ് എക്സാമിനേഷൻ, അതായത് നിങ്ങൾക്ക് 3 സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഉണ്ടായിരിക്കും. അതിലൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് പല ലെവലിലുള്ളതുണ്ട്. +2 10th ലെവൽ, +2 ലെവൽ ആൻഡ് ഗ്രാജുവേഷൻ ലെവൽ. 10th ലെവൽ, +2 ലെവൽ, ഗ്രാജുവേഷൻ ലെവൽ, ഇതിൻ്റെയൊക്കെ സിലബസ് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം എക്സാമിനേഷൻ പാറ്റേൺ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 4 പാർട്ടായിട്ട് വരും. ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 വെച്ച് ഡിവൈഡ് ആയിട്ടുണ്ട്. മൊത്തം 100 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്സാണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്. മൊത്തം ഡ്യൂറേഷൻ 60 മിനിറ്റ്സ് ആണ്. സ്ക്രൈബ് വെച്ച് യൂസ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ഒരു 20 മിനിറ്റ്സും കൂടി ആഡ് ആവുന്നുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 0.5 ആണ്. നമ്മുടെ PSCയിലൊക്കെ നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആണ്. ഇവിടെ 1/2 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. ഒരു ശരിയുത്തരത്തിന് 2 മാർക്കും ഒരു തെറ്റുത്തരത്തിന് 1/2 മാർക്കും കുറയുന്നതാണ്. ഇനി പിന്നെ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സിലബസാണ്. ഇവിടെ ഫാർമസിസ്റ്റിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും +2 ലെവൽ, ദെൻ ഗ്രാജുവേഷൻ ലെവലാണ് വരുന്നത്. ഗ്രാജുവേഷൻ ലെവൽ എന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഡിസ്കസ് ചെയ്യാം. ഇവിടെ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. പിന്നെ ഗ്രാജുവേഷൻ ലെവലിൽ വരുന്ന സിലബസാണത്. അഡ്മിഷൻ ടിക്കറ്റ് എപ്പോഴും വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. മെയിൽ അയച്ചിട്ടോ പോസ്റ്റായിട്ടോ ഒന്നും അയച്ചു തരില്ല എന്നാണ് പറയുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫെസിലിറ്റി ഫോർ ഡൗൺലോഡിംഗ് ദ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് വിൽ ബി അവൈലബിൾ ഓൺലി 2 to 3 days ബിഫോർ ദ കണ്ടക്ട് ഓഫ് CBE. Candidate must bring printout of admission certificate to the examination hall. അതായത് എക്സാമിനേഷൻ ഡേറ്റിന് 2-3 ദിവസം മുന്നേ മാത്രമേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. പിന്നെ എക്സാമിനേഷൻ സെൻറ്ററിൽ തന്നെ ആധാർ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ വാലിഡ് ആയിട്ടുള്ള ID കാർഡ്സ് കൊണ്ടുപോകാമെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് എടുക്കണം. ദെൻ ഒരു വാലിഡ് ഫോട്ടോ ID ഹാവിങ് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള വാലിഡ് ID കാർഡ് ആയിരിക്കണം. അത് കമ്പൾസറി ആണ്. ഏതൊക്കെയാണ് ID കാർഡെന്ന് ശ്രദ്ധിക്കേണ്ടത്: ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിങ്, പാന്, പാസ്പോർട്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റി ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോമൺ കാൻഡിഡേറ്റ് ആരാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ +2 ലെവൽ ഉള്ള എക്സാമിനും ഗ്രാജുവേഷൻ ലെവലുള്ള എക്സാമിനും അപ്ലൈ ചെയ്ത ആളെയാണ് കോമൺ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. ഒരാൾ 5 പോസ്റ്റ് +2 ലെവലുള്ള എക്സാമാണ് അപ്ലൈ ചെയ്ത് വെച്ചാൽ അയാൾക്ക് ഒറ്റ എക്സാം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഒരാൾ 5 പോസ്റ്റ് അപ്ലൈ ചെയ്തു, അതിൽ 2 എണ്ണം ഗ്രാജുവേഷൻ ലെവൽ, 3 എണ്ണം +2 ലെവലാണെങ്കിൽ അയാൾക്ക് 2 എക്സാം ഉണ്ടായിരിക്കും. ഒരു ഗ്രാജുവേഷൻ ലെവലിൻ്റെ എക്സാം, ഒരു +2 ലെവലിൻ്റെ എക്സാം. കോമൺ കാൻഡിഡേറ്റ്സ്
അടുത്ത് കട്ട് ഓഫ് മാർക്കാണ്. കട്ട് ഓഫ് മാർക്ക് ഇതിൽ നോക്കിയിട്ട് കാര്യമില്ല. മിനിമം ഒരു 150 എബോ സ്കോർ ചെയ്യുന്ന ആൾക്ക് മാത്രമേ, കാൻഡിഡേറ്റ്സിന് മാത്രമേ സാധ്യതയുള്ളൂ. സോ കട്ട് ഓഫ് മാർക്ക് നോക്കണ്ട. അടുത്തത് ഫാർമസിസ്റ്റിന് വേണ്ടിയിട്ട് വിളിച്ച പോസ്റ്റുകളുടെ പോസ്റ്റ് കോഡ് ഇതൊക്കെ സോർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ ടേബിളാണത്. അതിൽ ഏജ് അവിടെ കൊടുത്തിട്ടുണ്ട് 21 to 28. ഏജ് റിലാക്സേഷൻ വേണ്ടവർക്ക് OBC SC/ST വെച്ച് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് 21 to 28 MP മധ്യപ്രദേശിലുള്ള വേക്കൻസിയാണ്. ഇതിൽ ടോട്ടൽ 5 വേക്കൻസി ഉള്ളൂ. ഇതിൽ സെക്കൻഡ് വേക്കൻസിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് MP 10-526. ഇതൊരു ഗ്രാജുവേഷൻ ലെവൽ എക്സാമാണ്. ഇവിടെ DPharma എലിജിബിൾ അല്ല. ഈ ഒരു പോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ പോസ്റ്റിലേക്കും DPharma പ്ലസ് BPharm ഡിഗ്രി ഹോൾഡേഴ്സ് എലിജിബിളാണ്. ആ ഒരു പോസ്റ്റ്, രണ്ടാമത്തെ പോസ്റ്റ് ഒഴികെ. ഈ പോസ്റ്റിലേക്ക് മാത്രം BPharma ദെൻ PharmD ഡിഗ്രി ഹോൾഡേഴ്സ് മാത്രമാണ് എലിജിബിൾ. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പോസ്റ്റ് കോഡ് ഇവിടെ എളുപ്പത്തിനാണ് പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ ഇവിടെ എല്ലാം ടോട്ടൽ ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് 88 ഫാർമസിസ്റ്റ് വേക്കൻസിയേ വരുന്നുള്ളൂ. പക്ഷേ വേക്കൻസി പല യൂട്യൂബ് ചാനലിലും വരുന്നത് 130+ വേക്കൻസി ഉണ്ട് എന്നാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനൽ DPharma BPharma PharmD ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നത് ആകെ 88 വേക്കൻസീസേ ഉള്ളൂ. ആയുർവേദ ഫാർമസി, അതായത് ഡിപ്ലോമ ഇൻ ആയുർവേദിക് ഡ്രഗ് ഡിസ്പെൻസിങ്, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി 48 എണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ ഹോമിയോപ്പതി ഫാർമസിസ്റ്റിന് അപ്ലൈ പറ്റുന്ന വേക്കൻസി 10 വന്നിട്ടുണ്ട്. അത് രണ്ടും കൂട്ടി പിന്നെ ഒപ്പം ഫാർമസിസ്റ്റ് വേക്കൻസി 88 കൂടി കൂട്ടുമ്പോഴാണ് 130+ വേക്കൻസീസ് വരുന്നത്. ഒറിജിനൽ ഫാർമസിസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് ആകെ 88 വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. മാക്സിമം ഒബ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എക്സാം അറ്റൻഡ് ചെയ്തിട്ട് 1 ഇയറിൻ്റെ ഉള്ളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് ജോബിൻ്റെ ഏറ്റവും വലിയ മെച്ചം. PSC പോലെ എഴുതി കാത്തിരിക്കേണ്ട, റാങ്ക് ലിസ്റ്റ് വരാൻ കാത്തിരിക്കേണ്ട, കൊല്ലങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാം പെട്ടെന്ന് കിട്ടും. സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആകുമ്പോൾ DA അലവൻസ് എല്ലാം കറക്റ്റ് ടൈമിന് കിട്ടുന്നതാണ്. നമുക്ക് PSC പോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സമരം ചെയ്യേണ്ട ആവശ്യമില്ല. സോ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്.